സ്മാരക പഠന കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിക്കും. SFIയുടെ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് പതാക ഉയർത്തും. മുഖ്യമന്ത്രി ശിലാഫലകം അനാച്ഛാദനം. എല്ലാവരും എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മന്ദിരം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുന്നു. മന്ദിരത്തിനരികിലേക്ക് കടന്നു വരികയാണ്. മാധ്യമ സുഹൃത്തുക്കളും സഖാക്കളും നേരത്തെ പറഞ്ഞ ക്രമീകരണത്തിൽ സൗകര്യമൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറച്ച് പറഞ്ഞു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആകാശത്തിൻ നീലിമയിൽ നിങ്ങൾ ഉയർത്തിയ തൂവെള്ളക്കൊടി ഞങ്ങൾ വാനിൽ ഉയർത്തിക്കെട്ടു. രക്തസാക്ഷികൾ സിന്ദാബാദ്. അവർ നയിച്ചൊരു പാതയിലൂടെ ഉദ്ഘാടനം
ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും ആ ഒരു കൂട്ടായ്മ ഇവിടെ നടന്നിട്ടുണ്ട്. പാർട്ടി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ആ സ്ഥലം വാങ്ങിക്കുകയും അതിനാവശ്യമായുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമുക്കെല്ലാം സഖാവ് ധീരജിനെ ഓർക്കുമ്പോൾ, ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് ഇന്നലെ എന്തായിരുന്നു എന്നതും നാളെ ആരായിട്ട് മാറണമെന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പഠന ഗവേഷണ കേന്ദ്രം എന്ന നിലയിലേക്ക് ഇവിടെ ഒരു സ്മാരകം പണിതിട്ടുള്ളത്. ആ സ്മാരക മന്ദിരം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി, പാർട്ടിയുടെ PB മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനോടുകൂടി അഭിമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി PB മെമ്പർ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ MLA ആണ്. അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജേട്ടൻ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ധീരജിന്റെ ഈ സ്മാരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും തന്ന ഞങ്ങളെ കരുത്തോടുകൂടി നയിച്ചു മുന്നോട്ട് പോകുന്ന സഖാവ് MV ജയരാജേട്ടനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ആഷോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് ആഷോനെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സഖാവ് അനുശ്രീ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് അനുശ്രീയെയും സ്വാഗതം ചെയ്യുകയാണ്. സഖാവ് ധീരജിന്റെ പഠന ഗവേഷണ കേന്ദ്രമെന്ന സ്മാരക സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം സഖാവ് ശൈലജ ടീച്ചർ, CPMൻ്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് വളർന്ന് വളരെ ചുരുക്കം മാസം കൊണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖത്തിൽ എന്നും ആ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാവ് ധീരജ് രാജേന്ദ്രൻ്റെ ദീപ്തമായ സ്മരണയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. വിവിധ കലാലയങ്ങൾ വിവിധ രീതിയിൽ ആ പഠന ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ തന്നെ എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അത്തരമൊരു സമ്മർദ്ദത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയപ്പെട്ട ധീരജിൻ്റെ സ്മരണ പഠനത്തെക്കുറിച്ചും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ചും എങ്ങനെയായിരുന്നു അങ്ങനെയായി മാറുന്നതിന് വേണ്ടിയും ഈ നാട്ടിലൊപ്പമുള്ള മനുഷ്യരെ കലർപ്പില്ലാതെ എങ്ങനെയാണോ സഖാവ് ധീരജ് രാജേന്ദ്രൻ സ്നേഹിച്ചിരുന്നത്, അതുപോലെ തൊട്ടപ്പുറത്തിരിക്കുന്ന മനുഷ്യനെയും സ്നേഹിക്കാൻ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു.